വചനം പഠിക്കുന്ന ശീലമുണ്ടോ? നമുക്ക് വചനം അറിയാമോ? എത്ര വചനം അറിയാം? നമ്മളോടിപ്പോൾ ഒരു 5 വചനം പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഉറപ്പായിട്ടേ നമ്മൾ ഈശോയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്പിരിച്വാലിറ്റീനെ കുറച്ച് ചെറുതായിട്ട് സീരിയസ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഒരു വചനമെങ്കിലും വെച്ച് പഠിക്കണം. ഒരു 1-2 വചനം വെച്ച് എല്ലാ ദിവസവും പഠിക്കണം. ഹെബ്രായ 4:12 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ നിയോഗങ്ങളെ വിവേചിച്ചറിയുന്നതാണ്. ഇത് ചേതനയിൽ, ആത്മാവിൽ, സന്ധിബന്ധങ്ങളിൽ, മജ്ജയിൽ, മാംസത്തിൽ തുളച്ചു കയറുന്നു. നമ്മളൊരു വചനം പഠിക്കുന്ന സമയത്ത് ഇതിങ്ങനെ തുളച്ചു കയറും, കംപ്ലീറ്റ് ഒന്ന് തുളച്ചു കയറും. നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ശക്തി ഈ വചനത്തിനകത്ത് ഉണ്ട്. പിന്നെ 6:61 പറഞ്ഞ കാര്യമുണ്ട്, ദൈവത്തിൻ്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ജീവനുണ്ടെന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മളൊരു കാര്യം എടുത്തൊരു മീൻ ഇങ്ങനെ പിടയ്ക്കുക. ഈ പിടയ്ക്കുന്നത് കാണുമ്പോൾ അത് ജീവനുണ്ടല്ലോ, ജീവനുള്ള വസ്തുക്കൾ അല്ലേ? ജീവനുണ്ടെന്ന് പറഞ്ഞാൽ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, അത് പ്രത്യേക ഒരു ജീവൻ അതിനകത്തുണ്ട്. അപ്പം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമായി, ഞാൻ 14 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഈ വചനം പഠിച്ചാൽ എന്നാ സംഭവിക്കുന്നത്? ഈ വചനം നമ്മൾ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകുന്ന സമയത്ത് ഈ വചനത്തിനകത്ത് ജീവനുള്ളതുകൊണ്ട് ഇതിങ്ങനെ പ്രവർത്തിക്കും. ആ വചനത്തിൻ്റെ അകത്തെ ജീവൻ എന്താ? അസ്വസ്ഥമാകരുത്, അതാണ് ജീവൻ. ആ ജീവൻ അങ്ങ് പ്രവർത്തിച്ചിട്ട് നമ്മുടെ അസ്വസ്ഥത അങ്ങ് മാറ്റിക്കളയും, അല്ലെങ്കിൽ അസ്വസ്ഥത മാറ്റാനുള്ള ശക്തി അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഏത് വചനം എടുത്താലും നിങ്ങൾ അതിൻ്റെ വിധിക്കരുത്. ഈ വചനം നിങ്ങൾ ഫിലിപ്പി 2:13 എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. ഈ വചനം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുറുമുറുപ്പ് വരുമ്പോഴേക്കും ഈ വചനം ഉള്ളിൽ കിടന്നങ്ങ് പ്രവർത്തിക്കും. എല്ലാ കാര്യവും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. ആ വചനത്തിൻ്റെ അകത്തെ ജീവൻ അങ്ങ് പ്രവർത്തിക്കും. പതുക്കെ നമ്മുടെ മുറുമുറുപ്പിനെയും തർക്കത്തെയൊക്കെ അതിങ്ങനെ പതുക്കെ ഇങ്ങനെ കാം ഡൗൺ ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യം, നമ്മൾ കുറച്ച് വചനങ്ങൾ പഠിക്കണം. എല്ലാ ദിവസവും വചനം പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. സങ്കീർത്തനം 109 പറയുന്ന കാര്യമുണ്ട്, 119 പറയുന്ന കാര്യമുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചു. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചു. നമ്മൾ പാപം ചെയ്യാതിരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈശോയോട് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വചനം ഹൃദയത്തിൽ ഉണ്ടാവണം. ഹൃദയത്തിൽ വചനമുള്ളവന് പാപം ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അവൻ്റെ ഉള്ളിൽ ആ ഒരു ശക്തി കിടപ്പുണ്ട്. വചനത്തിനകത്തെ ജീവൻ അങ്ങ് പ്രവർത്തിക്കും. ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ അറിയാതെ തന്നെ അവിടുത്തെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും, പാതയിൽ പ്രകാശമാണെന്ന് പറയുന്നത്. പാദങ്ങൾക്ക് വിളക്കാണ്, പ്രകാശമാണ്. ഈ പ്രകാശമായിട്ട് ഇങ്ങനെ വചനം നമ്മുടെ ഫ്രണ്ടിൽ കൂടെ അങ്ങ് നടക്കും, വിളക്കായിട്ട് അങ്ങ് നിൽക്കും, നമ്മുടെ വഴികൾ ക്ലിയർ ആക്കും. സോ വചനം പഠിക്കുക. വചനം ഇങ്ങനെ 2-3 വചനം ദിവസം പഠിക്കുക. വായിക്കുന്ന വഴിക്ക് വെറുതെ വായിച്ചു പോകാതെ വായിക്കുന്ന വഴിക്ക് പഠിക്കാനും നോക്കുക. പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്കതിന് ജീവൻ കൊടുക്കാൻ പറ്റുന്നത്.